3-day rule revealed. One small rule, big difference. 3-day റൂൾസിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയാലോ. 3-day റൂൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കിത് ചെറിയൊരു എക്സാമ്പിൾ വെച്ച് നോക്കിയാലോ. Day 1 ഞാൻ എൻ്റെ കുഞ്ഞിന് ആദ്യമായിട്ട് ആപ്പിൾ പ്യൂരി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. Day 2 ഞാൻ ആപ്പിൾ പ്യൂരി തന്നെ കൊടുക്കുന്നു, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. Day 3 എഗെയിൻ ആപ്പിൾ പ്യൂരി. ഈ 3 ദിവസവും സെയിം ഫുഡ് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് നമ്മൾ ഈ റൂൾ ഫോളോ ചെയ്യുന്നത്? ഒരു പുതിയ ഫുഡ് നമ്മൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അലർജി റിയാക്ഷൻ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അറിയാനും, ഡയേറിയ, വോമിറ്റിംഗ്, റാഷസ് ഇതേപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ നമുക്ക് സേഫ് ആക്കി വെക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. കൂടുതൽ പാരന്റിംഗ് ടിപ്സിനും ഹെൽത്തി റെസിപ്പീസിനും എൻ്റെ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.